നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂരിൽ പട്ടാപകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. വന്യമൃഗ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് നിവേദനം നൽകി. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ 15 വയസ്സുകാരൻ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്ക്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണ ആഭരണങ്ങളാണ് ദേശീയപാത കുതിരാന് സമീപം വെച്ച് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കവർന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇന്നലെ രാവിലെ 11:15 ദേശീയപാത കുതിരാൻ കല്ലിടുക്കിൽ വെച്ചായിരുന്നു സംഭവം. കോയമ്പത്തൂരിൽ പടി കഴിപ്പിച്ച തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന 2.5 കിലോ സ്വർണമാണ് 3 കാറുകളിലായി മുഖം മറച്ചെത്തിയ സംഘം കവർന്നത്. 2 ഇന്നോവ, 1 റെനോൾട്ട് എന്നീ കാറുകളിലായാണ് കവർച്ച സംഘം എത്തിയത്. സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി. ശേഷം കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ഇരുവരെയും കവർച്ചാ സംഘം എത്തിയ കാറുകളിൽ കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കിവിടുകയും ചെയ്തു. സംഭവത്തിൽ PG പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആക്രമികളെത്തിയ വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വന്യമൃഗ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് നിവേദനം നൽകി. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ജില്ലാ സെക്രട്ടറി AS കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം MM അവറാച്ചൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ഗോപി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TG ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ 15 വയസ്സുകാരൻ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അതുൽ കൃഷ്ണ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജിയുടെ മകൻ 18 വയസ്സുള്ള ഷാനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:15 അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തെങ്കിലും യാത്രാമധ്യേ അതുൽ കൃഷ്ണയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അപകടത്തിൽ ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രൂദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച 2 പോക്സോ കേസുകളിലെ പ്രതികളെ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക്കഞ്ചേരി പാണഞ്ചേരി ലൈൻ ദേശത്ത് തറയിൽ വീട്ടിൽ 21 വയസ്സുള്ള അജ്മൽ, അവണിശ്ശേരി സ്വദേശി കുളങ്ങര വീട്ടിൽ 20 വയസ്സുള്ള ആൽബർട്ട് എന്നിവരാണ് അറസ്റ്റിലായത്.
തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ആൽബർട്ടിന് നെടുപുഴ, പുതുക്കാട്, തൃശൂർ ഈസ്റ്റ് എന്നീ സ്റ്റേഷനുകളിലായി 4ഓളം കേസുകളുണ്ട്. അജ്മലിന് ടൗൺ വെസ്റ്റ് സ്റ്റേഷൻ, നെടുപുഴ സ്റ്റേഷൻ എന്നിവിടങ്ങളിലായി 2 കേസുകളും നിലവിലുണ്ട്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ MJ ജിജോ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗാലക്ഷ്മി, ജയലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക് എന്നിവരാണ് ഉണ്ടായിരുന്നത്. വാടാനപ്പള്ളി കർഷക സർവീസ് സഹകരണ സംഘത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മുൻ ഭരണസമിതികളുടെ തീവെട്ടിക്കൊള്ള കാരണമാണെന്ന് വാടാനപ്പള്ളി കർഷക സഹകരണ സംരക്ഷണ മുന്നണി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ വന്നതിനു ശേഷമാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത വന്നതെന്നും മുൻപ് നടന്ന തീവെട്ടിക്കൊള്ളകൾ സഹകാരികളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വാടാനപ്പള്ളി കർഷക സഹകരണ സംരക്ഷണ മുന്നണി രൂപീകരിച്ച് ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിന് മുന്നിട്ടിറങ്ങിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ശാന്തി ഭാസി, കൺവീനർ ഷിജിത് വടക്കുംചേരി എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി സെന്ററിൽ വാഹനാപകടം. ബസ്സിടിച്ച് കാൽനട യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വാടാനപ്പള്ളി ഫാൻസി റോഡ് വെള്ളാകുളത്ത് താമസിക്കുന്ന മാങ്ങൻ വീട്ടിൽ 20 വയസ്സുള്ള പ്ലൻസിനാണ് പരിക്കേറ്റത്. നാട്ടിക SN കോളേജ് വിദ്യാർത്ഥിയായ പ്ലൻസി റോഡരികിലൂടെ നടന്നു വരുമ്പോൾ തൃപ്രയാറിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന കിരൺ ബസ് റോങ് സൈഡിലൂടെ വന്ന വിദ്യാർത്ഥിയെ ഇടിച്ചിടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ പ്ലൻസിയെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂർ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകളുടെ കല്യാണവേദിയിൽ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനൊരു തകർപ്പൻ ഡാൻസ് കളിച്ചു. സദസ്സ് അത്ഭുതത്തോടെ കണ്ണടച്ച് തുറക്കും മുമ്പേ ഡാൻസ് അവസാനിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങൾ അച്ഛന്റെയും മക്കളുടെയും പ്രകടനം ഏറ്റെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളാണ് വീഡിയോ കണ്ടത്. ചിന്ത്രാപിന്നി സ്വദേശി കോറോട്ട് ലാലുവും മക്കളും ചുവടുവെച്ച നൃത്തമാണ് സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരങ്ങളാക്കി ഇവരെ മാറ്റിയത്. നേരത്തെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ കളിക്കണമെന്ന്. കാരണം വർഷങ്ങളായിട്ട് അച്ഛൻ ഡാൻസ് കളിക്കാറില്ല. അച്ഛൻ പണ്ട് കളിക്കുമായിരുന്നു, ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം അച്ഛൻ ഒരു 10-18 വർഷത്തോളമായി ഇപ്പോൾ കളിക്കാണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് കളിക്കണമെന്ന് ഞാനും അച്ഛനും അനിയത്തിയും കൂടി കളിക്കണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛനെ പെട്ടെന്ന് കയറ്റിയതാണ്. 1 മാസത്തോളമായി ഞാനും എൻ്റെ ഫ്രണ്ട്സും കസിൻസും കൂടിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ തലേ ദിവസം പറയണം ഇങ്ങനെ ഒരു പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അച്ഛനൊക്കെ വേണ്ടിയിട്ട്, അച്ഛൻ കയറി കളിക്കുന്നത്. അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ അങ്ങനെ കയറിയതാണ്. അതിലൊരു മെയിൻ സ്റ്റെപ്പ് അച്ഛൻ പണ്ട് കളിച്ചിട്ടുള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. അതും അച്ഛൻ കളിച്ചു അവിടെ. അതുകൊണ്ട് എല്ലാതും ഇങ്ങനെ ഇതായിട്ട് പോയി വൈറലാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അനിയത്തിയാണ് ഈ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 8-നായിരുന്നു എടമുട്ടം ഗാഥാ ഓഡിറ്റോറിയത്തിൽ ലാലുവിന്റെ മൂത്ത മകൾ ദേവികയുടെ വിവാഹം. കല്യാണത്തിന് 1 മാസം മുൻപേ തന്നെ ദേവികയും ലാലുവിന്റെ ഇളയ മകൾ അനാമികയും സുഹൃത്തുക്കളും ചേർന്ന് ഡാൻസിന്റെ പരിശീലനം തുടങ്ങിയിരുന്നു. ചെറുപ്പത്തിലെ പ്രൊഫഷണൽ ഡാൻസറായിരുന്നു ലാലു. പക്ഷേ നൃത്തവേദികളിൽ നിന്ന് 18 വർഷമായി അകന്നു നിൽക്കുന്ന അച്ഛനെ കൊണ്ട് വീണ്ടും ഡാൻസ് ചെയ്യിപ്പിക്കണമെന്ന മക്കളുടെ ആഗ്രഹമാണ് വിവാഹദിനത്തിൽ സഫലമായത്. പക്ഷേ ഇക്കാര്യം ലാലുവിനോട് 2 മക്കളും സൂചിപ്പിച്ചതുമില്ല. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ഫോട്ടോ സെഷനിടയിലാണ് ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറിയത്. വേദിക്കരികിൽ മക്കളുടെ നൃത്തം ആസ്വദിച്ചു നിന്നിരുന്ന ലാലുവിനെ നൃത്തത്തിനിടയിൽ ഇളയ മകൾ അനാമിക വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. കാതലൻ സിനിമയിലെ മുക്കാല മുക്കാബുല എന്ന് തുടങ്ങുന്ന ഗാനത്തിന് അങ്ങനെ മക്കളോടൊപ്പം അച്ഛനും തകർത്ത് കളിച്ചു. വേദിയിൽ നിന്നും ഇറങ്ങിയതും അഭിനന്ദനങ്ങളുമായി നിരവധി പേർ ചുറ്റും കൂടി. വിവാഹത്തിന് പ്രിയപ്പെട്ട അച്ഛന് മക്കൾ നൽകിയ സർപ്രൈസ് സമ്മാനം കൂടിയായി അത്. മക്കളെ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് കളിക്കാൻ ആഗ്രഹമില്ല. എനിക്ക് അതിൽ
മക്കൾ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അച്ഛനെ വകമായിട്ട്. അച്ഛൻ അന്ന് കയറിയാൽ മതി, ഇന്ന് നോക്കണ്ട. അന്ന് ഞങ്ങളെ സ്റ്റേജ് പോലെ മാത്രം. ഞാനൊരു 18 കൊല്ലമായി ഡാൻസ് പരിപാടിയൊക്കെ നിർത്തി. ഞാൻ ഡാൻസ് കയറിയിരുന്നു, ഡാൻസ് കളിച്ചിരുന്ന ആളാണ്, ഡാൻസ് മാസ്റ്റർ ആയിരുന്നു, നല്ലോണം ഡാൻസ് കളിച്ചിരുന്ന ആളാണ്. പല ടീമുകളിലും കളിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളിൽ വന്ന കാരണം ഞാൻ ഡാൻസൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ചെറുതല്ല, ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് പറ്റി. അപ്പോൾ ആ ഡാൻസൊക്കെ വേണ്ടാന്ന് വെച്ച് നിർത്തിയാണ്. 18 കൊല്ലമായി. എന്നിട്ട് 18 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പാതിയായിട്ടാണ് എൻ്റെ മക്കളെ കൂടെ കളിച്ചത്. മക്കൾ പറയുന്നത് കളിക്കണം, ഇനി കളിക്കണം, അച്ഛൻ കളിക്കി എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും. മക്കൾ മാത്രമല്ല, പല ആൾക്കാരും ലാലു നീ കളിക്കാൻ പറയുന്നത്, നീ കളിച്ച് നിൽക്ക്, എത്രത്തോളം എത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7060 രൂപ, പവന് 56,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂരിൽ പട്ടാപകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. വന്യമൃഗ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് നിവേദനം നൽകി. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ 15 വയസ്സുകാരൻ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്ക്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.